ഹായ് ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ക്രീം ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ മുഖത്തിനും അതുപോലെ തന്നെ ശരീരത്തിനുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമാണ്. സാധാരണ നമ്മൾ ക്രീം ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് അലോവേര ജെല്ലോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ക്രീം ആക്കി എടുക്കുന്നത്. ചിലപ്പോൾ ഇതൊക്കെ വീട്ടിലില്ലാത്തവരും ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ക്രീമാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള 2 സാധനങ്ങളും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട. വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കാം. അരിയാണ് നമ്മൾ മെയിനായിട്ടും ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. മുഖക്കുരു ഉള്ളവർക്കാണെങ്കിലും മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ മാറിക്കിട്ടാനും പിന്നെ നിറം വയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും കരിവാളിപ്പും കരിമങ്ങലിയൊക്കെ മാറിക്കിട്ടാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ക്രീമാണ്. അപ്പോൾ എങ്ങനെയാണ് പൈസ ചിലവില്ലാതെ നമുക്ക് ഈ ഒരു ക്രീം വീട്ടിലുണ്ടാക്കുന്നത് നോക്കാം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പം ഞാനിവിടെ അതിനായിട്ട് എടുത്തിട്ടുള്ളത് നവരരിയാണ്. നവരരി നമുക്ക് എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നമുക്ക് നിറം വയ്ക്കാനൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് നവരരി. നമ്മുടെ മുഖത്തും ശരീരത്തിലും ഉണ്ടാകുന്ന നിറവ്യത്യാസങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ഏറ്റവും നന്നായിട്ട് സഹായിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ കരിമങ്ങലിയോ കരിവാളിപ്പോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലായിട്ടുള്ള സ്പോട്ടോ ഡാർക്ക് സ്പോട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനൊക്കെ ഏറ്റവും നല്ലതാണിത്. അപ്പോൾ ഞാനിവിടെ ഒരു 3 സ്പൂൺ നവരരി എടുത്തിട്ടുണ്ട്. 2 ആഴ്ചയൊക്കെ യൂസ് ചെയ്യാൻ മാത്രമേ ഉണ്ടാവും ഈ ഒരു അളവിലുള്ള അരി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയിലിട്ട് നല്ല ഫൈനായിട്ട് തന്നെ നിങ്ങൾ പൊടിച്ചെടുക്കുക. പിന്നെ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ചണവിത്താണ്. ചണവിത്തും നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. മെയിനായിട്ടും നമ്മുടെ ചർമ്മത്തിൻ്റെ ചെറുപ്പം നിലനിർത്താനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ്. നമുക്ക് വരുന്ന ചുളിവുകളും വരകളും ഒക്കെ കുറയ്ക്കാനും വരാതിരിക്കാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് ചണവിത്ത്. അപ്പോൾ ചണവിത്ത് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നവരരി ഞാൻ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നവരരിയുടെ പൊടിയും പിന്നെ നമ്മുടെ ചണവിത്തും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതാണ് നമുക്കൊരു ക്രീമായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. പൊടിച്ച നവരരിയും ചണവിത്തും കൂടെ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇതൊന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നവരരിയും ചണവിത്തും ഒക്കെ പെട്ടെന്ന് അടിയിൽ പിടിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ക്രീം പോലെ കിട്ടില്ല, കരിഞ്ഞു പോവും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു ക്രീം ഉണ്ടാക്കി എടുത്താൽ മതി. അപ്പം ഏകദേശം ഒരു കുറുകിയിട്ടുള്ള ഒരു പരുവായിട്ടുണ്ടോ എന്ന് തിളച്ച് വരുമ്പോൾ തന്നെ അതൊന്ന് കുറുകിയിട്ട് വരും. അപ്പോൾ ഇനി കുറച്ച് നേരം കൂടെ ഞാനിപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് തന്നെ കാണിച്ചു തരാം എത്ര ഒരു തിക്നെസ് വരെ നമുക്ക് വെച്ചിരിക്കണം എന്നുള്ളത്. ഈ ഒരു രീതിയിലായപ്പോഴാണ് ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തത്. കുറച്ചൊരു തിക്കായിട്ടുള്ള ഒരു പരുവത്തിലാവുമ്പോൾ നമ്മളത് ഇനി തണുക്കാനായിട്ട് വെക്കണം. തണുക്കാൻ വയ്ക്കുമ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കട്ട കൂടിപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്ത ശേഷം നമുക്കിതിൻ്റെ ക്രീം വേറെ ആക്കിയെടുക്കാം. അപ്പോൾ തണുത്ത് വരുമ്പോൾ നമ്മുടെ ക്രീം ഇത്രയ്ക്ക് സെറ്റാവും. നമ്മൾ ഇറക്കി വെച്ചതിനേക്കാൾ കൂടുതലൊന്ന് കട്ടിയിൽ വരും. അപ്പോൾ ഇനി ഇത് നമുക്ക് ക്രീം ആക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ നല്ല വൃത്തിയുള്ള ഒരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ഒരു ഷിഫോണിൻ്റെ ഷോളോ ഒക്കെ എടുക്കുക. അത് വെച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാൻ പറ്റുള്ളൂ. സാധാരണ അരിപ്പ വെച്ചിട്ട് അരിച്ചാൽ ഇതിന് ക്രീം നമുക്ക് കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ഷിഫോണിൻ്റെ ഷോൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രീം ഞാൻ ഈ ഒരു ഷോളിലേക്ക് ഇട്ടിട്ട് ഒരു കിഴി പോലെ കെട്ടിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്രീം ഫുള്ളായിട്ട് തന്നെ കിട്ടും.
അപ്പോൾ നമ്മുടെ ക്രീം റെഡിയായി. നവരാരിയും ചണവിത്തും മാത്രം ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ ഒരു ക്രീം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രീം ഇങ്ങനെ വെച്ചിട്ട് സ്റ്റോർ ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സ്കിൻ ഡ്രൈ ആകാതിരിക്കാനാണ്. ഗ്ലിസറിൻ നമ്മുടെ സ്കിന്ന് നല്ലതുപോലെ മോയ്സ്ചർ ചെയ്ത് വെക്കും. അതുപോലെ തന്നെ നിറം വയ്ക്കാനൊക്കെ സഹായിക്കും. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകളൊക്കെ മാറി കിട്ടിയിട്ട് സ്കിന്ന് നല്ലതുപോലെ ക്ലിയർ ആവാനൊക്കെ സഹായിക്കുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു സ്കിൻ ഓയിലാണ്, ദിയൂസിൻ്റെ തന്നെ സ്കിൻ ബ്രൈറ്റണിങ് ഓയിലും കൂടെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു സ്കിൻ ബ്രൈറ്റണിങ് ഓയിലിന് പകരമായിട്ട് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഏത് ഓയിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ദിയൂസിൻ്റെ സ്കിൻ ബ്രൈറ്റണിങ് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്റ്റെപ്പ് എല്ലാം കഴിഞ്ഞു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഈ ക്രീം ഞാനൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ച വരെയൊക്കെ കേടുകൂടാതെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം. മുഖമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം രാത്രിയാണ് ഈ ഒരു ക്രീം യൂസ് ചെയ്യാൻ നല്ലത്. അപ്പോൾ രാത്രി സമയത്ത് നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആകുന്ന പോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ക്രീം ആയതുകൊണ്ട് നമ്മൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം എടുത്തിട്ട് യൂസ് ചെയ്താൽ മതി. പിന്നെ ഇത് മുഖത്ത് മാത്രമല്ല, നിങ്ങൾക്ക് ഫുൾ ബോഡി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്രീമാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയാം. 1 മണിക്കൂറിൽ കൂടുതലായിട്ട് ഈ ഒരു ക്രീം നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുക. അങ്ങനെ എല്ലാ ദിവസവും കുറച്ച് നാൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക. 2 or 3 യൂസ് തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ചിലർക്ക് ഫസ്റ്റ് യൂസ് തന്നെ നല്ല റിസൾട്ട് കിട്ടും. നവരാരിയൊക്കെ നമ്മുടെ സ്കിന്ന് നിറം വയ്ക്കാനൊക്കെ അത്രയും നല്ലതായിട്ടുള്ളതാണ്. അപ്പം നിറം വയ്ക്കാനും പാടുകളൊക്കെ മാറിക്കിട്ടി ഒരു ക്ലിയർ സ്കിൻ ആവാനും ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് ക്രീം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യും. നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്